الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم മുസ്ലിമൂൻ. സ്നേഹമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ ഉൾപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മക്കയിലേറെ സുന്ദരനും വലിയ സമ്പന്നനും ഒക്കെയായിരുന്ന മക്കയുടെ പരിമളമെന്നറിയപ്പെടുന്ന മിസ്അബ് ഇബ്നു ഉമൈർ യസ്രിബിന്റെ മണ്ണിലേക്ക് ചെല്ലുമ്പോൾ അസ്അദ് ബിൻ സുറാറ അദ്ദേഹത്തെ സ്വീകരിച്ച് ഓരോ വീടുകളിലേക്കും ഓരോ ഏരിയകളിലേക്കും കൊണ്ടു ചെല്ലുമായിരുന്നു. വിവരമറിഞ്ഞ് ആ നാട്ടിലെ പ്രധാനികളായ സഅദ് ബിൻ മുആദും ഉസൈദ് ബിൻ ഹുദൈറും ഒരൽപ്പം ദേഷ്യപ്പെട്ട് അവരിലേക്ക് അസ്അദ് ബിൻ സുറാറയുടെയും മിസ്അബിന്റെയും അടുക്കലേക്ക് വന്നു. ദേഷ്യം പിടിച്ചു വരുന്ന സഅദ് ബിൻ മുആദ് ചോദിക്കുന്നുണ്ട് മിസ്അബിനോടും അസ്അദ് ബിൻ സുറാറയോടും, മാ ജാഅ ബികുമാ ഇലൈനാ തുസഫിഹാനി വഅഫാഅന, ഞങ്ങളിലെ ദുർബലരെ വൈഭവിപ്പിക്കാനായിട്ടാണോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നത് എന്ന്. ഇഅ്തസിലാനാ ഇൻ കാനത് ലകുമാ ബിഅൻഫുസികുമാ ഹാജ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അവസാനിപ്പിക്കണം. ദേഷ്യപ്പെട്ടിരിക്കുന്ന സഅദ് ബിൻ മുആദിനോട് മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു വഖാല ലഹു മുസ്അബ് ബിലിസാനിൽ മുഅ്മിനി അൽഹാദിയിൽ വാസിഖ് മിൻ സമാഅത്തി ദഅവതിഹി, വിവേകപൂർണമായ ഒരു ചോദ്യം ചോദിച്ചു. അവതജ്ലിസ് വതസ്മഅ, നിങ്ങൾ ഈ സമൂഹത്തിന്റെ നേതാവാണല്ലോ, ഒന്നിരുന്ന് കേട്ടുകൂടെ എന്ന്. فإن رضيت أمرا قبلته وإن كرهته كف عنك ما تكره, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാമെന്നാണ്. അത് കേട്ടപ്പോൾ സഅദ് ബിൻ മുആദ് അവിടെ ഇരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അന്ന് 30-ാമത്തെ വയസ്സായിരുന്നു. തബൂക്കിന്റെ യുദ്ധഭൂമിയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ പരിക്കിനാൽ 35-ാമത്തെയോ 36-ാമത്തെയോ വയസ്സിൽ അദ്ദേഹം മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു, ഹാദല്ലദീ തഹറക ലഹുൽ അർശു, അല്ലാഹുവിന്റെ അർശ് ഈ മനുഷ്യന്റെ മരണത്താൽ കുലുങ്ങിയിരിക്കുന്നു. വഫുതിഅത് ലഹു അബ്വാബുസ് സമാഇ, ആകാശ കവാടങ്ങൾ തുറക്കപ്പെട്ടു. വശഹിദഹു 70,000 മിനൽ മലായിക, 70,000 മലക്കുകൾ ആ മനുഷ്യന്റെ ജനാസക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ കബറൊന്ന് ഇടുക്കി പിന്നീട് ഫ്രീയാക്കുകയും ചെയ്തു എന്ന്. മറ്റൊരു ഹദീസിൽ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഇന്നലിൽ ഖബരിൽ ലഅത ലൗ കാന അഹദൻ നാജിയ ലനജാ സഅദ് ബിൻ മുആദ്, അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി എന്ന് പറഞ്ഞ സഅദ് ബിൻ മുആദിനെ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ
രക്ഷപ്പെടാനുള്ള സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിനും ആ സാധ്യത ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ ഖബറിലേക്ക് ഞാനും നിങ്ങളും ചെന്നു ചേർന്നാൽ അവിടെ ചില രക്ഷകളും ശിക്ഷകളും ഉണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുഹും ആദ ദുആ കമാ യുഅല്ലിമുഹും സൂറത്തൻ മിനൽ ഖുർആനി. ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്ന ഗൗരവത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ ഈ ദുആ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഏതാണ് ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. സഹാബത്തിനെ ഇരുത്തിയിട്ട് പഠിപ്പിച്ചോളൂ. ഖൂലു, നിങ്ങൾ പറയും, സഹാബത്തെ പഠിക്കി, ഖുർആനിലെ സൂറത്ത് പഠിക്കും പോലെ പഠിക്കി എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വഅഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്. ഇത് നിങ്ങൾ പഠിക്കുക. നിസ്കാരത്തിലെ അവസാനത്തില് അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ചൊല്ലും, അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു ചൊല്ലും. ഇതിനേക്കാളൊക്കെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ചതാണ് ഏത്? ഈ പറഞ്ഞ പ്രാർത്ഥന, അദാബുൽ ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ആ അദാബുൽ ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണത്. അതുകൊണ്ടാണ് മുൻഗാമികളായ ആളുകൾ ഇങ്ങനെ പറഞ്ഞു. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, അദ്ദുനിയ ദാറു അമലിൻ വൽആഖിറ ദാറു ജസാഇൻ ഫമൻ യഅമൽ ഹുനാ ലദിമ ഹുനാ. ദുനിയാവ് പണിയെടുക്കാനുള്ളതാണ്, പരലോകം പണിയെടുത്തതിന്റെ റിസൾട്ട് വാങ്ങാനുള്ളതാണ്. ദുനിയാവിൽ പണിയെടുക്കാത്തവൻ പരലോകത്ത് പരാജയപ്പെടുമെന്ന്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് ദാറുൽ അമലാണ്, വദാറുൽ ബർസഖ് വദാറുൽ ആഖിറ. മൂന്ന് വീടുകൾ കടന്നു പോകാനുണ്ട് എനിക്കും നിങ്ങൾക്കും. ഇപ്പോൾ നമ്മൾ ദുനിയാവെന്ന വീട്ടിലാണുള്ളത്. ബർസഖിലേക്കുള്ള യാത്രയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളും. ആ ബർസഖിലേക്കുള്ള യാത്രയെ പറ്റി മഹാനായ ബറാ ഇബ്നു ഹാസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം. അദ്ദേഹം പറയാണ്, ഖറജനാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസത്തി റജുലിൻ മിൻ അൻസാർ. അൻസാരിയായ ഒരു മനുഷ്യന്റെ ജനാസക്കായി ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ പുറപ്പെട്ടു. ഫൻതൈനാ ഇലൽ ഖബരി വലമ്മാ യുൽഹദ്. ഖബറിസ്ഥാനിലേക്ക് എത്തിയപ്പോൾ ഖബർ റെഡിയായിട്ടില്ല. മയ്യത്തേക്ക് ഖബറിലെത്തി, ഖബർ എന്ത് ചെയ്തിട്ടില്ല, റെഡിയായിട്ട്. അപൂർവമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറാണ്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ഖബർ മയ്യത്തേക്ക് എത്തി, പക്ഷെ ഖബർ എന്തല്ല, റെഡിയല്ല. ആ നേരത്തെ എന്താ ചെയ്തറിയോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജലസ, അവിടെ ഇരുന്നു. ജലസ്നാ ഹൗലഹു, ജനാസയെ മുന്നിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂലും ഇരുന്നു. കഅന്നമാ അലാ റൂസിന ത്വയ്ർ, ഞങ്ങളുടെ തലയിൽ പക്ഷികൾ ഇരിക്കുന്നത് പോലെ. പക്ഷി ഇരുന്നാൽ എന്താ ചെയ്യുക? അത് പാറാതിരിക്കാം, ശ്രദ്ധിക്കൂലേ? അതിനുള്ള പ്രയോഗം പ്രയോഗിച്ച് ശരിക്കും ഞങ്ങൾ എന്ത് ചെയ്തു? ഒരു ജനാസ ഉണ്ട്, ഇങ്ങനെ പള്ളിക്കാടാണ്, ആ ഉറക്കതിൽ ഒരു ജനാസ ഉണ്ട്, അൻസാരിയാണ്. അയാളെ ജനാസക്ക് മുമ്പിൽ റസൂലുള്ളാഹി ഇരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കൂടെ സഹാബത്തൊക്കെ ഇരിക്കണം. ഖബർ റെഡിയാക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ഫിനിഷിംഗ് വർക്കിലേക്ക് പോവുകയാണ്. ആ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിലൊരു കമ്പുണ്ട്. ആ കമ്പുണ്ട് ഇങ്ങനെ കുത്തി, മണലിങ്ങനെ കുത്തി, വെറുതെ കുത്തി. എന്നിട്ട് തല ഉയർത്തിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. നിങ്ങൾ അദാബിൽ ഖബറിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ തേടണം. രണ്ടോ മൂന്നോ പ്രാവശ്യം റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞു. ഇന്നൽ മയ്യിത ഇദാ ബുലിഅ ഫീ ഖബരിഹി, ഒരു മയ്യത്തിനെ മറമാടി പോന്നാൽ ഇന്നഹു യസ്മഉ ഖഫ്തനി ആലിഹിം ഇദൻ സറഫു, അവർ തിരിച്ചു നടക്കുന്ന ശബ്ദം ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ കേൾക്കുന്നതാണ്. എല്ലാവരും കേൾക്കും ആ മനുഷ്യനെ ഖബറിലേക്ക് വന്നുള്ള ചോദ്യങ്ങൾ. യസ്മഉ സൗതഹാ കുല്ല ഷൈഇൻ ഇല്ലൽ ഇൻസാൻ വലൗ സമിഅൽ ഇൻസാൻ ലസഇക. ഖബറിൽ നടക്കുന്ന ശബ്ദ കോലാഹലങ്ങൾ എല്ലാവരും കേൾക്കും. ഒരു ഹദീസിലുള്ളത് രണ്ട് കൂട്ടരെ കേൾക്കൂല, മനുഷ്യന്മാരുടെ ജിന്നാണോ കേൾക്കൂല. വേറെ ഹദീസിലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നടക്കുന്ന ശബ്ദ കോലാഹലം കേട്ടിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യൂല? ആ വഴിക്ക് അടുക്കൂല എന്ന് വിചാരിച്ചിട്ട്, ഇല്ലെങ്കിൽ ഞാനത് കേൾപ്പിക്കാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. മറമാടി എല്ലാവരും തിരിച്ചു വരും. പിന്നെ അയാൾ ഒറ്റക്കാണ്. അതുവരെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ആരെ കൂട്ടിണ്ടാവില്ല. രണ്ട് കറുത്ത കണ്ണുള്ള കറുകറുത്തവരായ നീല നിറമുള്ള കണ്ണുള്ള മലക്കുകൾ വരും.
അസ്വദ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡോറിനിടയിലൊക്കെ കൈ കുടുങ്ങിയാൽ ബ്ലഡ് ക്ലോട്ട് ആവും. അപ്പൊ എന്തായാലും കളർ വരിക, ഒരു നീല കളറാണ് വരിക. ശരിക്കും ബ്ലഡിന്റെ കളർ എന്താ? റെഡാണ്. പക്ഷെ അത് ഈ എവിടെയൊക്കെ കുടുങ്ങിയിട്ടായ ഒരു നീല കളറിലാണ് വരിക. അങ്ങനത്തെ രക്തം കട്ട പിടിച്ച് ആ കണ്ണ് പറയാൻ അസ്റഖ എന്ന് പറഞ്ഞത്. ചില പാപികളെ പരലോകത്ത് അല്ലാഹു തആല അങ്ങനെയാണ് കൊണ്ടുവരിക എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും. ആ മലക്കാന്റെ കണ്ണിനെ പറ്റി പറഞ്ഞത് അസ്റഖാനി എന്നാണ്. രക്തക്കട്ട പിടിച്ച കണ്ണ്, കറുത്തവരായ 2 മലക്കുകൾ. എന്നിട്ട് ആ മലക്കുകളിൽ ഒരാളെ പേര് മുൻകറാണ്, നക്കീറാണ്. ആ മലക്കുകൾ വന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക, ആരാണ് മനുഷ്യ നിന്റെ റബ്ബ്? റബ്ബി അല്ലാഹ്. മുഅ്മിനായ മനുഷ്യൻ പറയും അല്ലാഹു ആണ് എന്റെ റബ്ബ്. രണ്ടാമത്തെ ചോദ്യമുണ്ട്, വമാ ദീനുക, ഏതാണ് നിന്റെ മതം? യഖൂലു ദീനിയൽ ഇസ്ലാം. മുസ്ലിമായി ജീവിച്ച ആൾ പറയും എന്റെ മതം ഇസ്ലാമാണ് എന്ന്. മൂന്നാമത്തെ ചോദ്യമുണ്ട്, അവിടെയാണ് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് ഹദീസുകൾ കാണുന്നത്. മഹാദറജുല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് ഒരു മനുഷ്യൻ വന്നില്ലേ, അതാരായിരുന്നു? ആ മനുഷ്യൻ പറയുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മലക്ക് അടുത്ത ചോദ്യം ചോദിക്കുക, വമാ യുദ്രീക, എങ്ങനെ മനസ്സിലായി? കണ്ടിട്ടില്ലല്ലോ, ആരും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടോ? നമ്മളാരും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ മനസ്സിലായത് എന്നാണ്. അതിന് അയാൾ പറയുന്ന ഒരു ഉത്തരമുണ്ട്, ഖറഅതു കിതാബല്ലാഹ്, ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വസദ്ദഖ്തു. ഞാൻ അല്ലാഹുവിന്റെ കിതാബ് പഠിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചാൽ ഉത്തരം പറയും. നിങ്ങളോട് ചോദിച്ചാൽ എന്താ പറയാ? ഖറഅതു കിതാബല്ലാഹ് എന്നുള്ളതേ ഇവിടുന്ന് കാണാൻ പഠിച്ചു പോയിട്ട് കാര്യമില്ല. സത്യമായിട്ട് പഠിച്ചു പോയിട്ട് നാളെ മുൻകറും നക്കീറും ചോദിക്കുമ്പോൾ ഖറഅതു കിതാബല്ലാഹ് എന്ന് പറയാൻ മാത്രമല്ലേ മതപരമായ അറിവുണ്ടോ നിങ്ങളുടെ അടുത്ത്? മതപരമായ അറിവ് ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ ബാംഗ്ലൂരിൽ ഒരുപാടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഒന്നിനും പറ്റാത്ത ഓൺലൈനെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങളുണ്ട്, എത്ര സൗകര്യം. പക്ഷെ ദുനിയാവിന്റെ തിരക്കൊണ്ട് എനിക്ക് പറ്റലുണ്ടോ? പറ്റണില്ലെങ്കിലേ കവറിൽ ചെന്നിട്ട് മലക്ക് ചോദിക്കുന്ന എങ്ങനെയും മനസ്സിലാക്കി വെക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റണം. പക്ഷെ എന്താ പഠിച്ച്, എന്താ വായിച്ചത് എന്നതിന് ഉത്തരം കണ്ടെത്തണം. മുഅ്മിനായ മനുഷ്യന് പറയാൻ പറ്റുന്ന എങ്ങനെ പറയണ അറിയോ? അയാൾ പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ആ നേരത്ത് ഫയുനാദി മുനാദി മിനസ്സമാ, ആ 3 ചോദ്യത്തിന് ഉത്തരം കൊടുത്താൽ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്നയാൾ വിളിച്ചു പറയും, അൻ ഖദ് സദഖ അബ്ദി, ഖബറിൽ കിടക്കുന്ന അബ്ദ് പറഞ്ഞത്, അടിമ പറഞ്ഞത് ശരിയാണ്. ഫഅഫ്രിശൂഹു മിനൽ ജന്ന, അയാളുടെ ഖബറിലേക്ക് സ്വർഗ്ഗത്തെ നിങ്ങൾ കാണിച്ചു കൊടുക്കൂ. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു കവാടം അയാൾക്ക് തുറന്നു കൊടുക്കൂ. വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് അയാളെ നിങ്ങൾ ധരിപ്പിക്കുകയും ചെയ്യൂ. 3 വെള്ളത്തുണി കഫം പുടവയിൽ പോയതാണ് ഞാനും. അതൊക്കെ മാറ്റിയിട്ട് സ്വർഗ്ഗത്തിൽ കൊടുത്തളീന്ന് ആരോട് പറയുന്ന അറിയാം? അല്ലാഹു തആല മലക്കുകളോട് പറയുന്ന, മലക്കാളയാൾക്ക് വരുന്ന രംഗം വിശുദ്ധ ഖുർആൻ സൂറത്ത് വാഖിഅന്റെ അവസാന ഭാഗത്ത് പറയും, ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം ഫഇമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ. അല്ലാഹുവിലേക്ക് നന്മകൾ ചെയ്ത് അടുത്ത മനുഷ്യനാണെങ്കിൽ മലക്കുകൾ അയാളോട് വന്ന് പറയും, ഫറൗഹുൻ വറൈഹാനും വജന്നത്തു നഈം. ഖബറിൽ നിനക്ക് സുഗന്ധമാണ് മനുഷ്യ, എല്ലാ നിലക്കും നിനക്ക് ആസ്വാദനമാണ്. വജന്നത്തു നഈം, ഖബറിലേക്ക് നിനക്കുള്ളത് നഈമിന്റെ സുഖാനുഭൂതിയാണ്. ഇനി നേരെ തിരിച്ചൊരു മനുഷ്യന്റെ അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അയാൾ ചോദിക്കുന്ന, മൻ റബ്ബുക, ആരാടോ റബ്ബ്? അവൻ പറയുന്ന, എനിക്കറിയില്ല, ലാ അദ്രി. അടുത്ത ചോദ്യം ചോദിക്കുന്നതാണ്, വമാ ദീനുക, എന്തായിരുന്നു എൻ്റെ മതം? എനിക്കറിയില്ല. ഏതാണ് ആ മനുഷ്യനെന്ന് ചോദിക്കും. അയാൾ പറയും, എനിക്കറിയില്ല, അറിയില്ല എന്ന് പറയും. അയാളുടെ ആകാശത്ത് വിളിച്ചു പറയുന്നതാണ്, അയാൾ പറഞ്ഞത് കളവാണ്. അയാൾക്ക് ഫഅഫ്രിശൂഹു മിനന്നാർ വഅൽബിസൂഹു മിനന്നാർ വഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, ഇന്നാലും ഖുർആനിൽ എന്തില്ല? ഖബറിൽ അദാബിനെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ ഖുർആനെ നിഷേധിച്ചും കൂടി ആളാണ്. എന്താ തെളിവ് പറയും? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു. ദീനിനെ പറ്റി പറയും,
ഇല്ല, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതാണ്. ഒരു ജനാസന്റെ ചുറ്റിരുന്ന് സഹാബത്തൊക്കെ കേട്ടതാണത്. എന്നിട്ട് പറയണേ ഖുർആനിൽ ഖബർ ശിക്ഷ പറഞ്ഞിട്ടില്ല, ഹദീസിലെല്ലാം പറയും, ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറയാൻ ഖബറിലേക്ക് അതിനകത്ത് നരകം കാണിച്ചു കൊടുക്കും. എന്നിട്ട് അയാൾ നരകം കാണിച്ചെടുത്തിട്ട് അയാളുടെ എല്ലുകൾ പൊട്ടുന്ന രൂപത്തിൽ ഖബർ അയാളെ ഇടുക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വിശ്വാസികളെ, അള്ളാഹു എന്നോട് നിങ്ങളോടും പറഞ്ഞത് അമലുകൾ ധാരാളം ഉണ്ടാക്കാനാണ്, ധാരാളം അമലുണ്ടാക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഞാനും നിങ്ങൾ എന്താ ചെയ്യണ, നിങ്ങൾക്ക് നല്ലോണം പൈസ ഉണ്ടാക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. നിങ്ങൾ നല്ലതേ പറഞ്ഞേ, ഞാനടക്കം നമ്മളെല്ലാവർക്കും എന്താ വേണ്ടി പൈസ വേണം. പൈസ ഇല്ലെങ്കിൽ എന്താ ജീവിക്കാൻ പറ്റൂല അല്ലേ? പക്ഷെ പൈസ വേണം. ആ പൈസനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഉദാഹരണം കേട്ടോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. ശരിക്കും ശ്രദ്ധിച്ച നമുക്ക് ഹദീസിന്റെ കൂടെ ഇങ്ങനെ വരാം. ഇസ്ലാം പറയാം, മസലി ബി ആദമ വമാലിഹി വഅമലിഹി മസലു റജുലിൻ ലഹു സലാസതു അഖില്ലാ. ഒരു മനുഷ്യന് 3 ചങ്ങാതിമാരുണ്ട്. അവന്റെ സമ്പത്തിന്റെയും അവന്റെ അമലിന്റെയും ഉദാഹരണം അതുപോലെയാണ്. നിങ്ങൾ ചങ്ങാതിമാരെ ആരാ തീരുമാനിച്ചോളിട്ടോ. ഇപ്പം കിട്ടും ചങ്ങാതി ആരാണ് പറയാം. 3 ചങ്ങാതിമാരുണ്ട്. ഒരു ചങ്ങാതി അവനോട് പറയുന്നതാണ്. ഒന്നാമത്തെ ചങ്ങാതി പറയും, നീ ജീവിച്ചിരിക്കുന്ന കാലം നിന്റെ കൂടെ ഞാനുണ്ട്, നീ മരിച്ചാൽ പിന്നെ ഞാനും നീയും ഒരു ബന്ധവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ആരാന്നേക്കാണ് പറഞ്ഞേ? പൈസ അല്ലേ? പൈസയാണ്. രണ്ടാമത്തെ ചങ്ങാതി ആരാ കേട്ടോ. രണ്ടാമത്തെ ചങ്ങാതി മനുഷ്യനോട് പറഞ്ഞ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, നീ മരിച്ചാലും ഉണ്ടാകും, ഖബർസ്ഥാൻ വരെ ഉണ്ടാകും. ഖബറിലേക്ക് നിന്നെ വെച്ചാൽ ഞാൻ നിന്റെ കൂടെയില്ല. ആരാണെന്നറിയില്ലേ? ഫദാലിക വലദ, അതവന്റെ മക്കളാണ്, ആൺമക്കളാണ്. മക്കൾ മറമാടി തിരിച്ചു പോരും. പ്രിയപ്പെട്ട പിതാവേ, നിങ്ങളെ ജനാസ മറമാടി മക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആറടി മണ്ണിലായിരിക്കും, മക്കൾ AC ഇട്ട റൂമിലായിരിക്കും. ഒരു സംശയമില്ല, ഒരാളും ഒന്ന് കിടക്കില്ല, ഉറപ്പ്. ആരെങ്കിലും ഒന്ന് കിടക്കും, ഒരാളും വരില്ല. അവിടെ പിന്നെ ആരുണ്ടാവുള്ളത്? നമുക്ക്. ഇനി മൂന്നാമത്തെ ചങ്ങാതി അയാളോട് പറയുന്നതാണ്, മരിച്ചാലും പ്രശ്നമല്ല, ജീവിച്ചാലും ശരിയാണ്, നമ്മളുണ്ടാവും കൂടെ. അതാരായിരിക്കും? അമലായിരിക്കും അല്ലേ? ഇനിയിപ്പോ നമ്മളെ കൂടെ ചങ്ങാതി ആരാണെന്ന് പറഞ്ഞോളൂ. എന്റെ കൂടെ ചങ്ങാതി ആരാ? നിങ്ങളെ കൂടെ ചങ്ങാതി ആരാ? ഏത് വരെയാ ചങ്ങാതി വരിക? ഇത്രയും കിട്ടണ്ടേ? നീ ഏത് ചങ്ങാതി? ചില ചങ്ങാതിമാരെ മാറ്റേണ്ട ഘട്ടങ്ങളായിട്ടുണ്ട്. കാത്തിരിക്കുകയാണ് നമ്മൾ പോയും, ഇനിയും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട്. നമുക്കൊരു ഹദീസ് കൂടി ഞാൻ വേഗം പറഞ്ഞു കേട്ടോ. ഒരു മയ്യത്തിനെ ഖബറിലേക്ക് വെച്ചാൽ ചെരുപ്പിന്റെ ശബ്ദങ്ങൾ അയാൾ കേട്ടുകൊണ്ടിരിക്കും. അയാളെ മറമാടി ആളുകൾ തിരിച്ചു പോകുമ്പോൾ. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ നാട്ടിലെ ഖബർസ്ഥാൻ മനസ്സിൽ കണ്ടോളൂ. നിങ്ങൾ ഖബർസ്ഥാനിലാക്കി നിങ്ങളുടെ വാഹനത്തിൽ കയറുമ്പോൾ, തൊട്ടടുത്ത കടയിൽ കയറി ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ, ജ്യൂസ് കുടിക്കുമ്പോൾ, നിങ്ങൾ തിരിച്ചു നടക്കുമ്പോൾ ഖബറിലേക്ക് മലക്കുകൾ വരും. നിങ്ങൾ മറന്നു? നിങ്ങൾ വാട്സപ്പ് ഓണാക്കി, ഫേസ്ബുക്ക് തുറന്ന് നിങ്ങളെ ലോകത്തായി. ഖബർസ്ഥാനിൽ വരെ ഫോണൊന്ന് സൈലന്റ് ആക്കാൻ പറ്റൂല അല്ലേ? ജനാസയിലാണ്. ഇതാണ് നമ്മളെ കഥ. അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോ പറയാ, അയാൾ ഇങ്ങനെ കേൾക്കും. മുഅ്മിനാണെങ്കിൽ തലയുടെ ഭാഗത്ത് നിസ്കാരം വരും. വലതുഭാഗത്ത് നോമ്പുണ്ടാകും, ഇടതുഭാഗത്ത് അയാളുടെ സക്കാത്ത് ഉണ്ടാകും. കാലിന്റെ അടുക്കൽ സ്വതക്കയും കുടുംബ ബന്ധങ്ങളും ഉണ്ടാകും. അതാവിങ്ങനെ അയാളെ ഖബറിലേക്ക് വരുമ്പോൾ നമസ്കാരം പറയും, എന്റെ അടുക്കലൂടെ വരാൻ പറ്റില്ല എന്ന്. ശിക്ഷ തിരിഞ്ഞു വലതിലൂടെ വരുമ്പോൾ നോമ്പ് പറയും, വരാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ
ഇന്നിപ്പോൾ എത്ര അറബി മാസം നല്ല ഐഡിയ ഉണ്ടോ? വേഗം നോക്കി കിട്ടും. ഇതിലില്ല, ചിലപ്പോൾ അങ്ങോട്ടോടൊക്കെ മാറ്റണ്ടോ? ഇന്നത്തെ അറബി മാസം ഏതാ മാസം? അതിൽ ഡേറ്റ് ഉണ്ടാവുള്ളൂ, മാസത്തിന്റെ പേരുണ്ടാവില്ല. 11 കണ്ടാൽ നവംബറാണെന്ന് മനസ്സിലാക്കുക. 12 അറബി ഇപ്പം എങ്ങനെയപ്പോൾ മനസ്സിലാവുക? അന്നേതാ മാസം അറിയാം? ജമാദുൽ ആഖിറാണ്. ജമാദുൽ ആഖിർ കഴിഞ്ഞാൽ അടുത്ത റജബാണ്. ഷഅബാനും കഴിഞ്ഞാൽ ഏതാണ്? റമദാനാണ്. നമ്മളൊക്കെ ഭാര്യമാർക്കും മക്കൾക്കൊക്കെ കഴിഞ്ഞ റമദാനിൽ കുറച്ച് നോമ്പുണ്ടാവും. ഞാൻ കാത്തു വെച്ചിരിക്കുക, ആവട്ടെ ആവട്ടെ വേഗം പറഞ്ഞോണ്ടി കുത്തുപ്പഞ്ഞ വിളിച്ചിട്ട് നാളെ മുതൽ പറ്റുമെങ്കിൽ നോമ്പ് വെച്ച് തുടങ്ങിക്കൊള്ളുകയും. ഇപ്പോൾ ഒരു സൗകര്യമുണ്ട്, മഗ്‌രിബ് കുറച്ച് നേരത്തെയാണ്, കുറച്ചും കൂടി കഴിഞ്ഞാൽ മഗ്‌രിബ് ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ തോന്ന സമയത്ത് വരും നോമ്പ് വെൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ആ വലതു ഭാഗത്ത് ഖബറിന്റെ അദാബ് തടുക്കപ്പെടുന്നത് നോമ്പ്, സക്കാത്ത് ഒക്കെ എന്തെയും തടുക്കപ്പെടുന്ന. ഇനി വേറെ ഹദീസ് കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഖുർആൻ യുഅ്താ അർറജുലു ഫീ ഖബരിഹി ഫഇദാ ഉതിയ മിൻ ഖിബലി റഅസിഹി തഫഅതുഹു തിലാവത്തുൽ ഖുർആൻ. ഒരു മനുഷ്യനെ ഖബറിലേക്ക് വെച്ചാൽ അയാളുടെ തലഭാഗത്ത് കൂടി വരുന്ന അദാബിനെ തിലാവത്തുൽ ഖുർആൻ തടുക്കും. ഖുർആൻ ഒത്ത് തടുക്കും. ഇവിടെ ഖിറാഅത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞില്ല, പിന്നെന്താ പറഞ്ഞത്? തിലാവത്തുൽ ഖുർആൻ. തിലാവത്തുൽ ഖുർആനും ഖിറാഅത്തുൽ ഖുർആനും തമ്മിൽ വ്യത്യാസം. ഖിറാഅത്ത് എന്ന സാധാ ഓതുക. ഇന്നിപ്പോ കേഫ് ഓതിയില്ല കുറെ ആൾക്കാർ, ഓതിയാലൊക്കെ ഓതിയില്ലേ? ഓതാൻ കുട്ടികൾക്കൊക്കെ ഭാഗ്യ കുട്ടികൾക്കൊക്കെ ഓതി, കേഫ് ഓതി. അത് ഖിറാഅത്താണ്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഖുർആനിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാം, അർത്ഥറിഞ്ഞ് പഠിക്കാം. എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ പറയാം, കുറെ മെജസ്റ്റിക്കിൽ നിന്ന് കടയൊക്കെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലീവൊക്കെ ഉള്ള കുറെ ആളുകൾ ഉണ്ടാവും. മെജസ്റ്റിക്കിൽ ഖുർആൻ പഠിക്കാനുള്ള സൗകര്യമുണ്ട്, ഇവിടെ പള്ളിയിലുണ്ട്, അതേപോലെ തന്നെ ആർടി നഗറുണ്ട്, HL ഉണ്ട്, രാമൂർത്തി നഗറുണ്ട്. ഇതിൻ്റെയൊക്കെ പരിസരത്ത് അല്ലാതെ നമ്മളിപ്പോൾ എവിടെ ഉണ്ടാവുക? ഇതൊന്നും പറ്റൂലെങ്കിൽ ഓൺലൈനും ഉണ്ട്, അത് ആഴ്ചയിൽ 3 ദിവസം ഉണ്ട്. ഇനി എപ്പോഴും നമുക്ക് സമയം കിട്ടുക? ഖബറിലെത്തി പിന്നെ ഖുർആൻ കൊണ്ടുപോകാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല. ചില ആളുകൾക്ക് സമയം കിട്ട് തീർത്താ തീരില്ല, തിരക്കോട് തിരക്കേക്കാണ്. എന്താണ് എനിക്കൊരു ഒഴിവില്ല, ഞാൻ എത്ര അധ്വാനിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്തും നമ്മുടെ കുടുംബമൊക്കെ ഏതുവരെ ഉണ്ടാവുള്ളതല്ലേ? ഖബർ വരെ, വീട്ടു പഠിക്കൽ വരെ, ഖബറിലേക്ക് വരെ അമലുണ്ടാക്കണം. അമലുണ്ടാവണമെങ്കിൽ പഠിക്കണം സുഹൃത്തുക്കളെ. നിങ്ങൾ ആരും പ്രവാസം വന്നിട്ടില്ല, ഒരു പ്രശ്നവുമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല, അറിയോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് എതിരാവാതിരിക്കാനാണ് പറയണത്. മറ്റൊരു ഹദീസും കൂടി ശ്രദ്ധിച്ചോളി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സ്വദഖ ലതുദ്ഫിഉ അലാ അഹ്ലിഹാ ഹർറൽ ഖബൂർ. ഖബറിലെ ചൂടിനെ സ്വദഖ തടുക്കും. നേരത്തെ പറഞ്ഞില്ലേ, ഖബറിലേക്ക് ചൂട് വരുന്ന നരകത്തിലെ ആ ചൂട് സ്വദഖ എന്തെയും തടുക്കും. വഇന്നമാ യസ്തദില്ലുൽ മുഅ്മിനു യൗമൽ ഖിയാമത്തി ഫീ ളില്ലി സ്വദഖതിഹി. മുഅ്മിൻ നാളെ പരലോകത്ത് സ്വദഖന്റെ തണലിലായിരിക്കും. ഖബറിലെ ചൂട് ആര് തടുക്കും? സ്വദഖ തടുക്കും. പരലോകത്ത് നരകത്തിന്റെ ചൂട് ആര് തടുക്കും? സ്വദഖ തടുക്കും. അപ്പൊ ഇവിടുന്ന് നമ്മൾ അല്ലാഹു തആല പറഞ്ഞയച്ചത് നല്ലോണം അധ്വാനിക്കണം. എങ്ങനെ അധ്വാനിക്കണം? യാ അയ്യുഹന്നാസ് ഇന്നക ഖാദിഉൻ ഇലാ റബ്ബിക ഖദ്ഹം ഫമുലാഖി. മനുഷ്യനെ അത്യധ്വാനം ചെയ്യുന്നവനാണ്. ഫമുലാഖിഹി, നിന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ഒരു ദിനം വരാനുണ്ട്. ആ ദിനത്തിൽ നിനക്ക് ബാക്കിയാകുന്നത് അമലുകളാണ്. ആ അമലുകളിൽ വസാരിഉ ഇലാ മഗ്ഫിറ, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക് ധൃതിപ്പെടാൻ, വസാബിഖു ഇലാ മഗ്ഫിറ, നന്മകളിലും മഗ്ഫിറത്തുകളിലും മുൻകടക്കാൻ, വഫിറു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നന്മകളിൽ ഓടി മത്സരിക്കാൻ, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, ധാരാളം അമൽ ചെയ്തത് ആരാണെന്ന് നോക്കാൻ വേണ്ടി. പടച്ചോനാ ചെയ്യാൻ വേണ്ടി. ഇവിടെ കുറെ ഉണ്ടാക്കാനല്ല, ഉണ്ടാക്കൽ എന്താണ്? അതിന്റെ ഭാഗമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. നന്മയിൽ പരമാവധി മത്സരിക്കുക. അല്ലാഹു തആല നെറ്റിത്തടം ഉയർത്തി മരിച്ചു പോകുന്ന വിശ്വാസികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കുന്ന ആളുകളിൽ ഉൾപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട എല്ലാ ഖുതുബയിലും സൂചിപ്പിക്കുന്ന SIR-ന്റെ അവസാന ഘട്ടങ്ങളിലേക്കാണ് പോകുന്നത്. ഫോം കൊടുക്കേണ്ട ഇതിന് തൊട്ടുമുള്ള ഒരു അവസാന വെള്ളിയായിരിക്കും ഇന്ന് ഉണ്ടാവുക.
9-ാം തീയതി ലിസ്റ്റ് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില സൈറ്റുകളിൽ കയറി നോക്കിയാൽ കൊടുത്തത് വന്നിട്ടുണ്ടോ എന്ന് കൂടി എന്ത് ചെയ്യും പരിശോധിക്കാൻ പറ്റും. കൊടുക്കുന്നതോടുകൂടി തീരുന്നില്ല, അതിൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ കൂടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതൊക്കെ ഒരു ഭാഗത്താണെങ്കിലും എല്ലാ ഖുത്ബയിലും ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നുമില്ലെങ്കിലും ഖബറിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടാകും, മരണവും പരലോകവും ഒക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ജീവിതത്തെ ക്രമപ്പെടുത്താൻ. അല്ലാഹു തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ അടിമകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിന്റെയും നരകത്തിന്റെയും ആദാബിൽ നമ്മെ കാക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب دعوات يا قاضي الحاجات. توفنا مسلمين والحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.